അവനത് എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന് 2 പ്രാവശ്യം വിധി വന്നതാണ്. ഇത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു കൊച്ചിനെ ഇത്രയും ക്രൂരമായി കൊന്ന ആ പ്രതിനെ എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന് ആദ്യമേ പറഞ്ഞു. എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന്. പിന്നെ ഇപ്പം നമ്മുടെ വലിയ ഇലക്ഷൻ വന്ന സമയത്തും എത്രയും വേഗം തൂക്കിക്കൊല്ലണം എന്നും പറഞ്ഞ് വീണ്ടും വിധി പ്രഖ്യാപിച്ചു. ഇപ്പം ഇതിനിടയ്ക്കൂടെ ഇപ്പം ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം അവർ പറഞ്ഞിട്ട് ഒന്നോടെ പഠിക്കാൻ. അപ്പം ഈ ഒന്നോടെ പഠിക്കാൻ ഇവർ പഠിച്ചിട്ടല്ലേ ഈ മജിസ്ട്രേറ്റും പോലീസും വക്കീലും ജഡ്ജിമാരും ഒക്കെ ഇത് പഠിച്ചിട്ടല്ലേ ഈ കേസ് നടത്തിയതും പ്രതി ഇവൻ തന്നെയാണെന്ന് വരുത്തിയിട്ടല്ലേ ഈ പ്രതിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടത്. പിന്നെ എന്തുകൊണ്ട് ഇവർ വീണ്ടും പഠിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിധി മാറ്റി ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം തന്നെയാണ്. കാരണം കോടതി സെൻട്രലിൽ ശരിക്കും നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ പുറത്ത് ജീവിക്കണില്ല എന്നുള്ളൂ. അവരുടെ ജീവിതം മുഴുവനും നല്ല രീതിയിൽ തന്നെ സുഭിക്ഷിതമായിട്ടും സെൻട്രലിൽ തന്നെ അവർ ജീവിച്ച് കഴിയുന്നുണ്ടെന്നാണ് നമുക്കെല്ലാവർക്കും കഴിയണേ. ശരിക്കും നിയമം അനുസരിച്ച് നമ്മുടെ ഗൾഫ് രാജ്യത്ത് നടക്കുന്ന നിയമം നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് ഒരു പെൺകുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വയസ്സായ അമ്മമാർക്കായാലും ചെറുപ്പക്കാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാ അമ്മമാർക്കും മനസമാധാനത്തോടെ നമ്മുടെ ഈ ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ഈ ഒരു കൊലയാളിനെങ്കിലും കൊന്നാലാണ് നമുക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാവുള്ളൂ. നാളെ പിന്നെ ഒരിക്കലും ഒരു കൊലപാതകളും ഒരു കുഞ്ഞുങ്ങളുടെയോ സ്ത്രീകളുടെയോ ശരീരത്തിലേക്ക് ഒരായുധം വെച്ച് മുറിച്ച് കൊല്ലാനായിട്ട് ഒരു കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അത് നമ്മുടെ രാജ്യത്തിലെ പിടിപ്പുദോഷം എന്ന് പറയാം. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ നല്ല രീതിയിൽ അത് മുമ്പ് ചെയ്യുകയാണെങ്കിൽ, ഇന്ന് തെറ്റ് ചെയ്തവനെ ഇന്ന് തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നാളെ ഇങ്ങനൊരു തെറ്റ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും പുറത്ത് പോയിട്ട് മുറ്റത്ത് പോലും നിൽക്കാൻ പേടിയും ഒരു ഞെട്ടലുമാണ്. എന്ന് വെച്ചാൽ കൊലപാതകം ചെയ്യുക എന്നാണ് എപ്പോഴും കേൾക്കാനുള്ള സമയങ്ങളുള്ളൂ. അതുകൊണ്ട് അമീർ ഇസ്ലാമിന് ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവനെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവന് ഒരു ഇളവും കൊടുക്കാൻ പാടില്ല നിയമത്തിൻ്റെ മുമ്പിൽ. അപ്പം ഇവർ ഒന്നോടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവരെന്തുന്നാ പഠിക്കാൻ പോണേ? 1ാം ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കാൻ പോണാണോ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ വക്കീലന്മാരും ആണോ? സർക്കാർ വേലി തന്നെയല്ലേ ഇവിടെ വിളവ് തിന്നണേ. പിന്നെ നമ്മളെന്തിനാ പ്രത്യേകിച്ച് പറയണേ? എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം. എൻ്റെ കുഞ്ഞ് തിന്ന വേദന അതിലിരട്ടി അവർ തിന്നണം. അതെനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഈ മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി. അത് തിന്ന് വേദന അനുഭവിച്ച് കരഞ്ഞ ആ വേദനയ്ക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മയല്ലാതെ ഇപ്പോൾ എൻ്റെ ആ മകൾക്ക് വേണ്ടി, എൻ്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ച് നടക്കുന്നത്. അവനെ കൊന്ന് കാണണം. എനിക്ക് കൊന്നു എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ അവനെ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അവനെ കൊന്ന് കാണിച്ചു തന്നെ. അതാണ് ഞാൻ കാത്തിരിക്കുന്നത്.